അടിസ്ഥാനപരമായൊരു കാരണമില്ലാതാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്. സാറേ, തന്ത്രിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. തന്ത്രിക്ക് പൂജാവിധികളിലേ ഉള്ള റോളുള്ളൂ. തന്ത്രി ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിൽ തന്ത്രിക്ക് നേരെ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ട്. ആ വരുമാനത്തിനനുസൃതമായി അദ്ദേഹം ടാക്സ് അടച്ചിട്ടില്ലെന്ന് പറയാം മാക്സിമം. ഇപ്പോൾ തന്ത്രി കാശ് വാങ്ങിച്ചു, അദ്ദേഹം ബ്ലേഡ് കമ്പനി കൊണ്ടുപോയി നിക്ഷേപിച്ചു, അതിന് നമുക്കെന്തും. തന്ത്രി അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയല്ല, ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിച്ചതുമല്ല. തന്ത്രി ചെയ്തത് അദ്ദേഹത്തിൻ്റെ പൂജയ്ക്ക് അദ്ദേഹം വാങ്ങിക്കുന്ന ഫീസാണത്. തന്ത്രി അവിടെ ചെയ്തത് ഒരു അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിക്ക് എന്ത് പിന്നെ ഇടപെടലല്ല. ട്രാവൻകൂർ ദേവസ്വം ഒന്നും തന്ത്രിക്ക് ചെയ്യാനില്ല. പിന്നെ ഇത് കൊണ്ടുപോകാൻ പിന്നെ അനുജ്ഞ കൊടുക്കുക, അനുജ്ഞ കൊടുത്തുകൊണ്ട് കുറ്റവാളിയാകണമെന്നുണ്ടോ? ചില ചെമ്പാണെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ടുപോകാൻ തന്ത്രിക്ക് എന്ത് റോണാണുള്ളത്? അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി കേസിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ആരെയൊക്കെയോ സംരക്ഷിക്കാനും നടത്തുന്ന കുൽസിതമായ ശ്രമമായിട്ടാണ് എനിക്ക് ബോധ്യമായത്.